ദിവസം മുഴുവൻ തിരക്കിട്ടോടി നടന്ന് ജോലി ചെയ്തിട്ട് അവസാനം നോക്കുമ്പോൾ ഒന്നും നേടാനായില്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ജോനാഥൻ സ്റ്റാൻലിയുടെ പേർപ്പസ്ഫുൾ പെർഫോമൻസ് എന്ന പുസ്തകത്തിലെ ആശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ തിരക്കിലാണോ അതോ പ്രൊഡക്റ്റീവാണോ? ഒരു ദിവസം മുഴുവൻ 100 കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടാക്കാൻ അതുകൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇതാണ് ഈ പുസ്തകം നമ്മളോട് ചോദിക്കുന്ന പ്രധാന ചോദ്യം. സാധാരണയായി നമ്മൾ എങ്ങനെയാ പെർഫോമൻസ് അളക്കുന്നത്? എത്ര വേഗത്തിൽ ജോലി തീർത്തു, എത്ര എണ്ണം ചെയ്തു എന്നൊക്കെ നോക്കിയിട്ടാണ്, അല്ലേ? എന്നാൽ ഈ പുസ്തകം പറയുന്നത് അതല്ല പ്രധാനമെന്ന്. പകരം നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിക്കും ഒരു ലക്ഷ്യമുണ്ടോ? അതെന്ത് സ്വാധീനമാണ് ഉണ്ടാക്കുന്നത് എന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഫലവും ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയാണ് പെർഫോമൻസ് ട്രാപ്പ് അഥവാ പ്രകടനത്തിന്റെ കെണി. നമ്മളിൽ പലരും ചിലപ്പോഴറിയാതെ തന്നെ ഇതിൽ പെട്ടുപോയിട്ടുണ്ടാവാം. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ കെണിയിൽ വീഴുന്നത്? പുസ്തകം അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ വേഗതയും എണ്ണവും മാത്രം നോക്കി വിജയം അളക്കുമ്പോൾ നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ മറന്നുപോകും. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ദീർഘകാല ലക്ഷ്യങ്ങളില്ലാത്തതുകൊണ്ട് ചെറിയ അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകും. ഇതെല്ലാം കൂടെ നമ്മളെ മാനസികമായി തളർത്തും. ഒടുവിൽ കാര്യമായ ഒരു ഫലവുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പൊ ശരി, ഈ കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും? അതിനുള്ള വഴിയാണ് നമ്മുടെ ചിന്താരീതിയിലൊരു മാറ്റം കൊണ്ടുവരിക എന്നത്. സ്റ്റാൻലി പേർപ്പസ്ഫുൾ പെർഫോമൻസ് എന്നതിനെ നിർവചിക്കുന്നത് വളരെ ലളിതമായിട്ടാണ്. അതായത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം, പകരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായൊരു ലക്ഷ്യത്തോടെ ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദിവസം 100 ഇമെയിലിന് മറുപടി അയക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ബിസിനസ്സിന് ശരിക്കും ഗുണം ചെയ്യുന്ന ഒരു 10 ഇമെയിലിന് കൃത്യമായ ഉദ്ദേശത്തോടെ മറുപടി കൊടുക്കുന്നതാണ്. അതാണ് യഥാർത്ഥ പെർഫോമൻസ്. ഇത് കമ്പനികളുടെ കാര്യത്തിൽ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പെട്ടെന്നുള്ള ലാഭം മാത്രം നോക്കി ഓടുന്ന ഒരു കമ്പനി ചിലപ്പോൾ കുറച്ചുകാലമൊക്കെ പിടിച്ചു നിന്നേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യമുള്ള, ഉദാഹരണത്തിന് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമുള്ള കമ്പനി നോക്കൂ. അവർക്ക് ജീവനക്കാരുടെ ഭാഗത്തുനിന്നും കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്നും ദീർഘകാലത്തേക്ക് ഒരു സപ്പോർട്ട് കിട്ടും. കാരണം അവർ ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കേ, ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും? അതിന് പുസ്തകത്തിൽ കൃത്യമായൊരു 5 സ്റ്റെപ്പ് പ്ലാൻ പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇതൊരു വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് എഴുതിവെക്കുക. 2, നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ ജോലിയും ഈ വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. 3, ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ജോലികൾക്ക് മുൻഗണന കൊടുക്കുക. 4ാമത്തെ പോയിന്റ്, എത്ര ജോലി ചെയ്തു എന്നതിലല്ല, എന്ത് ഫലം കിട്ടി എന്നതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി അവസാനത്തേത് 5ാമത്തെ സ്റ്റെപ്പ്, എല്ലാ ആഴ്ചയും കുറച്ചു സമയമെടുത്ത് നിങ്ങളുടെ യാത്ര ശരിയായ ദിശയിലാണോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം വരുന്നത്. നമ്മുടെ വിജയം അളക്കേണ്ടത് നമ്മൾ എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്നതിലല്ല, മറിച്ച് ആ സമയം കൊണ്ട് നമ്മൾ എന്ത് മാറ്റമുണ്ടാക്കി, എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നതിലാണ്. ഇതൊരു ചെറിയ മാറ്റമായിട്ട് തോന്നാം, പക്ഷെ നമ്മുടെ ചിന്താരീതിയെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ഇതിന് കഴിയും. ഇതുവരെ നമ്മൾ സംസാരിച്ചത് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലേ? ഇനി ഈ ആശയങ്ങൾ എങ്ങനെ ഒരു ടീമിനെയോ ഒരു സ്ഥാപനത്തെയോ മൊത്തത്തിൽ മാറ്റാൻ സഹായിക്കുമെന്ന് നോക്കാം. അപ്പോ ഒരു സ്ഥാപനത്തില് ഈ ലക്ഷ്യാധിഷ്ഠിത കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ ലീഡേഴ്സിനെ സഹായിക്കുന്ന 2 കിഡിലൻ ടൂൾസ് സ്റ്റാൻലി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇൻഫിനിറ്റ് ലൂപ്പ് ഓഫ് കണക്ഷൻ. സംഭവം സിമ്പിളാണ്. അതായത്, ഒരു കമ്പനിയുടെ ലക്ഷ്യം ജീവനക്കാർക്ക് മാത്രം മനസ്സിലായാൽ പോരാ, അത് കസ്റ്റമേഴ്സിനും സമൂഹത്തിനും ഒരുപോലെ പ്രധാനപ്പെട്ടതായി തോന്നണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കമ്പനി നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന ജീവനക്കാർക്ക് ഒരു അഭിമാനം തോന്നണം, അത് വാങ്ങുന്ന കസ്റ്റമർക്ക് സന്തോഷം തോന്നണം, അത് സമൂഹത്തിന് ഒരു പ്രയോജനവും ഉണ്ടാവണം. ഈ ഒരു തുടർച്ചയായ ബന്ധം, അതാണ് സംഭവം. 2ാമത്തെ ടൂളാണ് 8 സ്ലൈഡ് സ്ട്രാറ്റജിക് പ്ലാൻ. സാധാരണ കമ്പനികളുടെ 100 കണക്കിന് പേജുള്ള വാർഷിക റിപ്പോർട്ടൊക്കെ വായിച്ച് ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതിനു പകരം വെറും 8 സ്ലൈഡുകളിൽ ഒരു കമ്പനിയുടെ ലക്ഷ്യമെന്താ, കാഴ്ചപ്പാടെന്താ എന്നൊക്കെ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ടെംപ്ലേറ്റാണിത്. ഇത് ആശയക്കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാവരെയും ഒരുമിച്ച് ഒരേ വഴിക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. ഇവിടെയാണ് ഏറ്റവും മനോഹരമായ ഒരു പോയിന്റ് വരുന്നത്.
ആളുകളുമായി വൈകാരികമായി കണക്ട് ചെയ്യുക, അല്ലാതെ വെറും പ്രവർത്തനപരമായിട്ടല്ല. അതായത് നമ്മളൊരു ഫോൺ വിൽക്കുമ്പോൾ അതിന്റെ ഫീച്ചറുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതിനപ്പുറം അത് നിങ്ങളുടെ ജീവിതം എങ്ങനെ എളുപ്പമാക്കുന്നു, എങ്ങനെ കൂടുതൽ സന്തോഷം നൽകുന്നു എന്ന് പറയുന്നതിലാണ് കാര്യം, ആ ഒരു ഇമോഷണൽ കണക്ഷൻ. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ ലക്ഷ്യം അല്ലെങ്കിൽ പർപ്പസ്, ഇതിന് ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രസക്തി വരുന്നത്? കാരണം സിമ്പിളാണ്. ഇന്നത്തെ ലോകം ഒരുപാട് മാറിയിരിക്കുന്നു. ജീവനക്കാർക്ക് വെറുമൊരു ശമ്പളം കിട്ടുന്ന ജോലി മാത്രം പോരാ, അവർ ചെയ്യുന്ന ജോലിക്ക് എന്തെങ്കിലും ഒരു അർത്ഥം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സ് ഒരു സാധനം വാങ്ങുന്നത് അതിന്റെ ക്വാളിറ്റി മാത്രം നോക്കിയല്ല, ആ കമ്പനിക്ക് എന്തെങ്കിലും നല്ല മൂല്യങ്ങളുണ്ടോ എന്ന് കൂടി നോക്കിയാണ്. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലെ ആശയങ്ങൾ വളരെ വ്യക്തമാണ്, അതേസമയം പ്രായോഗികവുമാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കി സ്വന്തം ജോലിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതേസമയം നമ്മൾ മനസ്സിൽ വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ലീഡർഷിപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നയാളാണെങ്കിൽ ഇതിലെ ചില ആശയങ്ങൾ നിങ്ങൾക്ക് മുൻപ് കേട്ടതായി തോന്നിയേക്കാം. പിന്നെ ചില ആശയങ്ങൾ കുറച്ചുകൂടി ഉദാഹരണങ്ങൾ വെച്ച് വിശദീകരിച്ചിരുന്നെങ്കിൽ എന്ന് ചിലർക്കെങ്കിലും തോന്നാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ കാലത്ത് ഒരു സ്ഥാപനത്തിന് ലക്ഷ്യത്തെ അവഗണിക്കുക എന്നതൊരു ഓപ്ഷനേ അല്ല. അങ്ങനെ ചെയ്താൽ കഴിവുള്ള ജീവനക്കാർ കൊഴിഞ്ഞുപോകും, വിപണിയിൽ അവരുടെ സ്ഥാനവും പതിയെ ഇല്ലാതാകും. അതൊരു വലിയ റിസ്ക് തന്നെയാണ്. അപ്പോൾ ഈ ചർച്ചയുടെ അവസാനം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജോലിയിൽ കുറച്ചുകൂടി ലക്ഷ്യബോധം കൊണ്ടുവരാൻ ഈ വരുന്ന ആഴ്ച നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം എന്തായിരിക്കും അത്?